ദേശീയപാതകളിൽ ഉപഗ്രഹാധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം അടുത്ത വർഷങ്ങൾക്കുള്ളിൽ രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം തീരുമാനിച്ചു. ഡിസംബറിനുള്ളിൽ ദേശീയപാതയിലെ 5000 കിലോമീറ്റർ ദൂരം ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. തുടർന്ന് പൈലറ്റ് അടിസ്ഥാനത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തോടെ 5000 കിലോമീറ്റർ പ്രദേശത്ത് ആരംഭിക്കുന്ന പദ്ധതി വേണ്ട പരിഷ്കാരങ്ങൾക്ക് ശേഷം രാജ്യവ്യാപകമായി നടപ്പിലാക്കും. ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തെ കുറിച്ച് നടന്ന അന്താരാഷ്ട്ര വർക്ക്ഷോപ്പിൽ സംസാരിക്കുകയായിരുന്ന കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത്, ഈ ഉപഗ്രാധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ഗതാഗത രംഗത്തെ ആധുനീകരിക്കുന്നതിനൊപ്പം റോഡിലെ തിരക്ക് കുറയ്ക്കുകയും ചെയ്യും. നിലവിൽ 12.7 കോടി വാഹനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇതിൽ 9 കോടി വാഹനങ്ങളിൽ മാത്രമേ ഫാസ്ടാഗ് ഉള്ളൂ. കാൽഭാഗം വാഹനങ്ങൾക്കും ഫാസ്ടാഗ് ഇല്ല. കുറച്ചാളുകൾ ടോൾ പിരിവിൽ നിന്ന് സമർത്ഥമായി രക്ഷപ്പെടുന്നുമുണ്ട്. ഇവരെ കണ്ടെത്താനും ടോൾ വരുമാനത്തിലെ ചോർച്ച അടയ്ക്കാനും ഈ പുതിയ സംവിധാനത്തിനാകും. 10,000 കോടി രൂപയെങ്കിലും അധികമായി സർക്കാരിലേക്ക് എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തടസ്സമില്ലാത്ത ടോൾ പിരിവിനായി സ്വീകരിക്കേണ്ട രീതികൾ, മുൻകരുതലുകൾ എന്നിവ വിവിധ വിഭാഗങ്ങളെ വിദഗ്ധരുമായി ചർച്ച ചെയ്യാൻ ദേശീയപാത അതോറിറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഹൈവേ മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് ആണ് ഈ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചർച്ച നടന്നു. കഴിഞ്ഞ ദശാബ്ദത്തിനിടെ രാജ്യത്ത് റോഡ് ശൃംഖല വലിയ രീതിയിൽ വികസിച്ചു എന്ന് ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് പറഞ്ഞു. രാജ്യത്തെ ചരക്കു നീക്കത്തിന് 70% ദേശീയപാതകളിലൂടെയാണ് നടക്കുന്നത്. പുതിയ സാങ്കേതികവിദ്യ നടപ്പിലാക്കുന്നത് സാമ്പത്തിക രംഗത്തിന് ഊർജം നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് തടസ്സമില്ലാത്ത ടോൾ അനുഭവം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ GNSS അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം സഞ്ചരിച്ച ദൂരത്തിന് മാത്രം ടോൾ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഇലക്ട്രോണിക് ടോൾ പിരിവാണ്. നിലവിൽ വാഹനങ്ങളിൽ പതിപ്പിച്ചിട്ടുള്ള ഫാസ്ടാഗിനൊപ്പം പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ടോൾ പ്ലാസകളിൽ GNSS അധിഷ്ഠിത ടോൾ ടാഗുള്ള വാഹനങ്ങൾക്ക് പ്രത്യേക വരി ഏർപ്പെടുത്തും. അതിനുശേഷം ക്രമേണ ഭൂരിപക്ഷ വരികളും ഈ സംവിധാനത്തിലേക്ക് പതുക്കെ മാറ്റും. ആധുനിക ടോൾ പിരിവ് സംവിധാനം വരുന്നത് ചരക്ക് യാത്രാ വാഹനങ്ങളുടെ സഞ്ചാരം സുഗമമാക്കും. സഞ്ചരിച്ച ദൂരത്തിന് മാത്രം ടോൾ നൽകിയാൽ മതിയെന്നതും തടസ്സമില്ലാത്ത സേവനം ടോൾ ബൂത്തിൽ ലഭ്യമാകുമെന്നതും ഈ പദ്ധതിയെ ജനപ്രിയമാക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. ടോൾ നൽകാതെ മുങ്ങുന്നവരെ പിടിക്കാൻ ഈ പദ്ധതിക്ക് കഴിയും എന്നും വിദഗ്ധർ പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.